യോഹന്നാന്റെ സുവിശേഷം 10:17-18 വാക്യങ്ങൾ. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരം ഉണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിങ്കൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ജീവന്റെ നിയന്ത്രണം നഷ്ടമാകുന്നു. പിന്നെ അവന് സ്വയം ജീവൻ മടക്കി നേടാനാവുകയില്ല. ഒരു നിമിഷത്തെ എടുത്തുചാട്ടത്തിൽ ജീവൻ ത്യജിക്കുന്നവർ അതോടുകൂടെ അവർക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ കൂടെ അതുകൂടെ ഇല്ലാതാക്കുകയാണ്. ആത്മഹത്യ ചെയ്യാൻ തുനിങ്ങിടത്തു നിന്ന് രക്ഷപ്പെടുത്തിയ ചിലരെങ്കിലും പിൽക്കാലത്ത് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. ആകയാൽ ജീവൻ വിലയേറിയതും ഒരിക്കൽ നഷ്ടമായാൽ തിരികെ എടുക്കാനാവാത്തതും എന്ന് മനസ്സിലാക്കി അതിനെ സൂക്ഷിക്കണം. ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും അവസ്ഥ ഇതാണെങ്കിലും ഒരാൾ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. തൻ്റെ ജീവന്റെ മേൽ മരിച്ചാലും പൂർണ്ണാധികാരം തനിക്കുണ്ടെന്ന് യേശു പറഞ്ഞു. മരിച്ചവരെ അവിടുന്ന് ഉയർപ്പിച്ചതിൻ്റെ കാരണം മരിച്ചവരുടെ ജീവന്റെ മേലും യേശുവിന് അധികാരമുള്ളതിനാലാണ്. കാരണം അവിടുന്ന് ജീവദാതാവും ജീവന്റെ ഉടയവനുമായ ദൈവമാണ്. മനുഷ്യനെ നിത്യജീവനിലേക്ക് നയിക്കുവാനാണ് അവിടുന്ന് മനുഷ്യനായി ഭൂമിയിൽ വന്നത്. യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ അധികാരത്തിലുള്ള തീരുമാനമായിരുന്നു മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുക എന്നത്. അതുപോലെ എപ്പോൾ മരിക്കണമെന്നതും എങ്ങനെ മരിക്കണമെന്നതുമെല്ലാം അവിടുത്തെ തീരുമാനം തന്നെയായിരുന്നു. യേശുക്രിസ്തു പറഞ്ഞ ഈ വചനം വെറുതെ ആയിരുന്നില്ലെന്ന് അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ തെളിയിക്കപ്പെട്ടു. മറ്റെല്ലാവരും മരിച്ച് മൺമറഞ്ഞപ്പോൾ അവിടുന്ന് മാത്രം 3-ാം നാൾ ഉയർത്ത് വിണ്ണിലേറി. യേശുവിൻ്റെ ജീവനിൽ നിന്ന് നമുക്ക് ഏവർക്കും നിത്യജീവൻ ലഭിച്ചുമിരിക്കുന്നു. യേശു ഉയർത്തെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്ന നമുക്കും ഒരിക്കൽ ആ ഉയർപ്പിൽ പങ്കാളിത്തമുണ്ടാകും. യേശുവിൻ്റെ സന്നിധിയിൽ നാം നിത്യം വസിക്കും. കാരണം നമ്മുടെ ജീവന്റെ അധികാരവും യേശുവിൻ്റെ കൈകളിലാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.